അടുത്ത ജനറേഷന് ഞാൻ പാസ് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം ആ തീരുമാനം, ആ പ്രതിഷ്ഠയും ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വില കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുക, മക്കളെ നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പഠിച്ച് ലോകത്തിൽ നിങ്ങൾ ഉന്നതമായ ജോലി നേടണം എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ വിഷൻ എന്തുവാ? സ്വർഗീയമാണോ? ജോലി വേണം, നല്ല ജോലി കിട്ടണേ, പഠിക്കണം. ആരും ദൈവമക്കൾ പഠിക്കേണ്ടതെന്നൊന്നുമല്ല പറഞ്ഞത്. ഡോണ്ട് ഗെറ്റ് ദ മെസ്സേജ് റോങ്. അതൊക്കെ എന്തിനാണ്? ഈ ജോലി എന്തിനാണ് ദൈവമക്കളെ? വയറ് നിറയാൻ അല്ലേ? താമസിക്കാൻ ഒരു ഷെൽട്ടർ വേണം, വയറ് നിറയണം, ഇടയ്ക്ക് ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഞ്ചി പോകുമ്പോൾ അടുത്തൊരു ഉടുപ്പ് വാങ്ങിക്കാൻ. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ താൽക്കാലിക ഈ ലോക ജീവിതത്തിനാണ്. അത്രയേ ഉള്ളൂ. കുടുംബബന്ധം എന്തുവാ? മനുഷ്യൻ ഏകനായിട്ട് നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. കൂട്ടായ്മ എന്തിനാണ്? നമ്മൾ എൻകറേജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. നിത്യമായത് എന്തുവാണ്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ സ്റ്റാൻഡാണ്. കണക്ക് ചോദിക്കാൻ പോകുന്നത് ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, എൻ്റെ ജീവിതമാണ്. ഞാൻ എത്രത്തോളം അനുസരണമുള്ളവരായി തീർന്നു. അപ്പം താൽക്കാലികമായതിന് താൽക്കാലിക പ്രാധാന്യം കൊടുത്താൽ മതി. പ്രൈസ് ലോർഡ്. നിത്യമായതിന് എന്ത് ചെയ്യണം? അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടോ സഹോദരങ്ങളോടോ ലോകത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ലോകത്തിൻ്റെ നന്മയും ലോകത്തിൻ്റെ ലക്ഷറിയും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ് കൂടണം എന്ന് പറഞ്ഞാൽ ഏത് വിഗ്രഹത്തെ ആരാധിക്കുന്ന, ഏത് മൂർത്തിയെ ആരാധിക്കുന്ന, ഇവർ 18-ാം പടി കയറുകയും ഇവർ ഈ മലകൾ കയറുകയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ദൂരെയൊക്കെ പോകുന്ന എന്തിനാണ്? ഓരോ നേർച്ച കാഴ്ചകളുമായിട്ട് ഓരോ ഷ്രൈനിൽ പോകുന്ന എന്തിനാണ്? കാര്യങ്ങൾ സാധിക്കാൻ. ആ ജാതിയും ഞാനുമായിട്ട് എന്നാ വ്യത്യാസം? അവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവില്ല, എൻ്റെ ഉള്ളിലും. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്തില്ല? ഐ എം പ്രൂവിങ് ഇറ്റ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എന്തു പറയണം? മക്കളെ, ജോലിയൊക്കെ ആവശ്യമാണ്, അതിനൊക്കെ ദൈവം അനുവദിക്കുന്ന പോലെ ബുദ്ധി തന്നിട്ടുള്ള പോലെ പഠിച്ചോ. പക്ഷേ നിന്നെ വിളിച്ച വിളിക്ക് നീ നിന്നില്ലെങ്കിൽ നീ ലജ്ജിച്ചു പോകും. ദൈവത്തിന് മുമ്പിൽ എന്തു ചെയ്യും? ദൈവത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് പഴയ നിയമവും പുതിയ നിയമവും പഠിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. വലിയ ജ്ഞാനിയായ ശലോമോൻ ദൈവം എന്ത് ചെയ്തു? അവനെ ലജ്ജിപ്പിച്ച് കളഞ്ഞു. അവൻ ലോകത്തിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് വചനത്തിലെല്ലാം എഴുതിയിരിക്കുന്നത്, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ച് പോകത്തില്ല. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ച് പോകത്തില്ല. അപ്പം നമ്മൾ അടുത്ത തലമുറയ്ക്ക് പാസ് ഓൺ ചെയ്യും. എനിക്കത് പ്രാഗൽഭ്യത്തോട് പറയാം. കാര്യം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ബൈബിൾ പറയുന്ന പോലെ കുടുംബത്തോട് അത് മാത്രം പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രാഗൽഭ്യത്തോടുകൂടി നിങ്ങളോട് അതെനിക്ക് പറയാൻ പറ്റും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്പിരിച്വൽ വാല്യൂസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതിനാണ് ഇമ്പോർട്ടൻറ്റ്.